കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായമാണ്. അതിന്റെ പ്രാരംഭ ചില വാക്യങ്ങൾ വായിക്കാം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അന്നേരം 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7 കാഹളം. നമ്മൾ ചില കടയിലൊക്കെ ഈ സൂട്ട് കേസ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സൂട്ട് കേസ് എടുക്കാൻ ചെല്ലുമ്പോൾ അതിന് ഭയങ്കര വെയിറ്റ് പോലെ തോന്നും. അന്നേരം കടക്കാരൻ വന്നിട്ട് പറയും, ഇതിനകത്ത് അതിന്റെ ചെറുതുണ്ട്. പല പെട്ടികളും ഇങ്ങനെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് അതിനകത്ത് എന്ത് ചെയ്ത് വെച്ചേക്കുക, അടുക്കി വെച്ചിരിക്കുക. പെട്ടിക്കകത്ത് ചെറിയ പെട്ടി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7 കാഹളം നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാഹളത്തെ കുറിച്ച് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഒത്തിരി അറിവുണ്ടായിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനവും കാഹളവുമായി തമ്മിൽ ഒരുപാട് ബന്ധമാണ്. ആ കാഹളമല്ല ഇത്. തിരുവചനം പഠിക്കുമ്പോൾ 2 വിധ കാഹളങ്ങൾ ഇസ്രായേൽ മക്കൾ ഉപയോഗിച്ചിരുന്നു. ഒന്ന് വെള്ളി കൊണ്ടുള്ള കാഹളം, 2 ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം, സിൽവർ ട്രംപറ്റ്സ് ആൻഡ് റാംസ് ഹോൺ. വെള്ളി കൊണ്ടുള്ള കാഹളവും ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളവും. വെള്ളി കൊണ്ടുള്ള കാഹളം ഉണ്ടാക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. മെയ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് കമാൻഡ്. ഈ കാഹളം പ്രധാനമായി പുരോഹിതന്മാരായിരുന്നു ഊതിയിരുന്നു. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം യൂസ്ഡ് ഇൻ വർഷിപ്പ്, സെലിബ്രേഷൻസ്, വാർണിംഗ്സ് ആൻഡ് സ്പെഷ്യൽ ഒക്കേഷൻസ്. ആരാധന സമയത്തും ആഘോഷ സമയങ്ങളിലും പ്രത്യേക അവസരങ്ങളിലും അപ്പോൾ തന്നെ മുന്നറിയിപ്പിനും ആട്ടിൻ കൊണ്ടുള്ള കാഹളം ഇസ്രായേൽ മക്കൾ ഉപയോഗിച്ചിരുന്നു. ആട്ടിൻ കൊണ്ടുള്ള കാഹളത്ത് നമ്മള് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. ആട്ടിൻ കൊണ്ടുള്ള കാഹളം എരുവോ കോട്ട പിടിക്കാൻ ചെന്നപ്പോൾ 7-ാം ദിവസം ഊതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ വെള്ളി കൊണ്ടുള്ള കാഹളത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ കാഹളം ഉപയോഗിച്ചിരുന്നു, അതോടെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയും നിങ്ങളുടെ ദൈവത്തിന്റെ വചനമൊക്കെ ഷെയർ ചെയ്യാനാണെങ്കിൽ അതൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാ. വെളിപ്പാട് ദിവസം 8-ാം അധ്യായമായിട്ട് ഇതിനകത്ത് വലിയ ബന്ധമൊന്നുമില്ല. എങ്കിലും കാഹളത്തിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിന് നോട്ടൊക്കെ തരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എഴുതാം. സ്തോത്രം. ഒന്ന്, ടു ഗാദർ ദ കോൺഗ്രിഗേഷൻ, സഭയെ വിളിച്ചു കൂട്ടുവാൻ കാഹളം ഉപയോഗിച്ചിരുന്നു.
സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ 3 വരെ. സംഖ്യ 10-ന്റെ 1 മുതൽ 3 വരെ. സഭയെ വിളിച്ചു കൂട്ടാൻ. രണ്ട്, സഭയെ വിളിച്ചു കൂട്ടാൻ മാത്രമല്ല, സഭയെ പുറപ്പെടുവിക്കാൻ വേണ്ടി. അതായത് മേഘം പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ ക്യാമ്പുകളിൽ നിന്ന് അടുത്ത ക്യാമ്പിലേക്ക് അവർ പോവുകയാണ്. അന്നേരം കാഹളത്തിന്റെ ശബ്ദം കേട്ടെങ്കിലേ അവർക്ക് പുറപ്പെടാൻ പറ്റുകയുള്ളൂ. ടു ഡയറക്ട് ദ മൂവ്മെന്റ് ഓഫ് ദി ക്യാമ്പ്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 5 മുതൽ 7 വരെ. സംഖ്യ 10-ന്റെ 5 മുതൽ 7 വരെ. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ആത്മീയാർത്ഥം കൂടെ ഒന്ന് ഞാൻ പറയാം. സഭയെ വിളിച്ചുകൂട്ടാനും സഭയെ പുറപ്പെടുവിക്കാനും ദൈവം പറഞ്ഞതനുസരിച്ച് ഇസ്രയേലിലെ ലീഡേഴ്സ് കാഹളം ഊതിയെങ്കിൽ ദൈവസഭയെ വിളിച്ചുകൂട്ടി പുറപ്പെടുവിക്കുവാനും ഒരു കാഹളം ഊതപ്പെടും. അല്ലെ? 1 തെസ്സലോനി 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അല്ലേ? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോടൊന്നിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. മൂന്നാമത്, ഇസ്രായേൽ മക്കൾ കാഹളം ഉപയോഗിച്ചത് ടു സൗണ്ട് ആൻ അലാറം ഇൻ വാർ. യുദ്ധസമയത്ത് അലാറം കൊടുക്കാൻ വേണ്ടി. യുദ്ധസമയത്ത് അലാറം കൊടുക്കാൻ. ഞങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ കുറെ മാസങ്ങൾ ഒത്തിരി പ്രയാസം അനുഭവിച്ചു. അലാറം ഇങ്ങനെ മൊബൈൽ വന്നോണ്ട്. എന്നിട്ട് സേഫായിട്ട് എവിടെയെങ്കിലും മാറണമെന്നാണ് അത് പറയുന്നത്. ഇസ്രായേൽ മക്കൾ ഇടയ്ക്ക് അലാറം കിട്ടും. അന്നേരം അവരെന്ത് ചെയ്യും? ദൈവത്തിന്റെ സഹായത്തിന് ദൈവത്തെ അന്വേഷിക്കും. നമുക്കറിയാം, പള്ളിയില് മണി അടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പള്ളിയിൽ ബന്ധക്കോസി മണിയടിയൊന്നുമില്ല. പള്ളിയിലൊക്കെ നിന്നിട്ടുള്ളവര് പള്ളിയിൽ മണി അടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം CP ജോൺസന്റെ കൂടെ. ഓക്കെ. ആമേ. ഒന്ന്, പള്ളിയിലെ മീറ്റിംഗിൽ തുടങ്ങാനുള്ള മണി അടി കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് പള്ളിയിൽ മീറ്റിംഗ് ഉണ്ട്, അല്ല കുർബാന തുടങ്ങാൻ സമയമായി. അതിന്റെ എന്ത് ചെയ്യും? അത് അവിടുത്തെ പള്ളിയിലുള്ള ഇടവാംഗങ്ങൾക്ക് അത് മനസ്സിലാകും. പിന്നെ ആരെങ്കിലും മരിച്ചാൽ ഒരു മരണമണിയുണ്ട്. അത് മീറ്റിങ്ങിന് തുടങ്ങാനുള്ള മണി പോലത്തെ സംഭവം അല്ല, സൗണ്ട് അല്ലേ? അല്ലേ? അതെങ്ങനെ അടിക്കുന്നേ? മരണമണി എങ്ങനെ അടിക്കുന്നേ? അതെ, ഇത് മെറീന വേവ് പറഞ്ഞത് കൂട്ടമണിയുടെ കാര്യം അതല്ലത്. ഇതൊന്നടിക്കും, ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത് അടിക്കും. അത് ചിന്തിക്കാനുള്ള സമയം ആരാ മരിച്ചെന്നുള്ളത്. മനസ്സിലായോ? എന്നാൽ കൂട്ടമണി അടിക്കും പള്ളിയില്. എപ്പോഴാന്നറിയാവോ? എന്തെങ്കിലും അത്യാഹിതം വരുമ്പോ. യെസ്,
എന്തെങ്കിലും അപകടം അപ്പുറത്തേന് കൂട്ടമണി അടിച്ചാൽ എല്ലാവരും പള്ളിയുടെ മുറ്റത്ത് വരും, എല്ലാവരും വരും. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇസ്രയേൽ മക്കളുടെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുമ്പോൾ അറിയാം ഇത് ഞങ്ങൾ ഒരുമിച്ച് കൂടാനാണോ, പുറപ്പെടാനാണോ, യുദ്ധത്തിനുള്ളതാണോ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അല്ലേ? വേണമെങ്കിൽ ഒന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. സംഖ്യ 10:9. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ആ വായിച്ചു. വായിച്ചു. നിങ്ങളുടെ ഞെരുക്കമായി. ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ഊതേണം. നേരം നിങ്ങളെ ഞെരുക്കുന്ന ശത്രുക്കളുടെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ആ കാഹളത്തിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗംഭീര ധ്വനിയായിരിക്കണം. സ്തോത്രം. ചതഞ്ഞെന്നുള്ള സൗണ്ട് അല്ല വേണ്ടുന്നത്. സ്തോത്രം. നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ദൈവമക്കൾ നല്ല ശക്തിയോടെ കൈയടിച്ചൊക്കെ ദൈവത്തെ ആരാധിക്കത്തില്ല. സാധാരണ വ്യത്യസ്തമായ നിലകളിൽ നമ്മളെ ശരീരം പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കണ്ടിട്ടില്ല. കാരണം പ്രശ്നമൊക്കെ അത് ഗുരുതരമാകുമ്പോഴാണ്. അല്ലെ? നാലാമത്, ആരാധനയുടെ സമയത്തും യാഗങ്ങളുടെ സമയത്തും കാഹളം ഊതുന്ന പതിവ് ഇസ്രായേൽ മക്കൾക്കുണ്ട്. Trumpets accompanied burnt offerings, peace offerings and joyful worship. സംഖ്യ 10:10 വായിക്കാമോ? നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളമൂതേണം. അവ നിങ്ങൾക്ക് മതി. നോക്കണേ, ഇസ്രായേൽ മക്കളുടെ ആരാധന സമയങ്ങളിലൊക്കെ അവർ കാഹളം ഊതും. എന്നോ സൗണ്ട് ആണെന്ന്. ചിലർ നമ്മൾ ചോദിക്കത്തില്ല, നിങ്ങൾക്ക് എന്നോ സൗണ്ട് ആണെന്ന്. അല്ലേ? ഈ സൗണ്ട് ആരാധിക്കുന്നവർക്കും ദൈവത്തോട് അറ്റാച്ച്മെന്റ് ഉള്ളവർക്കൊക്കെ ഈ സൗണ്ട് വരുത്തുള്ളൂ. ഇപ്പം വേൾഡ് കപ്പിന് വേണ്ടി ഇപ്പം ഫുട്ബോൾ അല്ലേ നടക്കുന്ന സമയല്ലേ? ഈ ഫുട്ബോൾ നടക്കുന്ന രാജ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അവർ തന്നെ ഓരോ ടീം ഉണ്ടാക്കിയിട്ട് ഞാൻ അർജന്റീനയാണ്, ഞാന് ബ്രസീലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കളിക്കുക. എന്നിട്ട് രണ്ട് പോസ്റ്റിന്റെ ഇടയ്ക്കൂടെ ഒരു പന്ത് പോയി കഴിയുമ്പോ എന്തോ ബഹളമാ. രണ്ട് പോസ്റ്റിന്റെ ഇടയ്ക്കൂടെ ഒരു പന്ത് പോയതേ ഉള്ളൂ, എന്തോ സൗണ്ട് ആണല്ലേ. അന്നേരം ലോകപ്രകാരമുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ജയം കിട്ടുമ്പോൾ അവർ എന്തുവാ പരിതസ്ഥിതി മറന്ന് സാഹചര്യം മറന്ന് ഉല്ലസിക്കുകയും സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ പാപം മുഴുവൻ ക്ഷമിച്ച് നമുക്ക് നിത്യജീവൻ നൽകി സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തി ഇനിയും എത്രയും വേഗം നമ്മളെ ചേർത്ത് കർത്താവിനോട് കൂടെ നിത്യരാജ്യത്തിൽ അവകാശികളാക്കാൻ ദൈവം നമുക്ക് അവസരം തന്നപ്പോൾ അതോർത്താൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? സ്തോത്രം. 150-ാം സങ്കീർത്തനം വായിക്കുന്നത് കാഹളം നാദത്തോടെ അവനെ സ്തുതിപ്പിനെന്ന. കാഹളനാദത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത് നല്ല ശബ്ദത്തിൽ വേണം. ഇന്ന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഉറക്കെ ആരാധിക്കാനൊക്കെ. അതുകൊണ്ട് നമ്മുടെ വീടൊക്കെ നന്നായി സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്തിട്ട് അങ്ങ് ആരാധിച്ചോ. നമ്മുടെ ആരാധനാലയമൊക്കെ സൗണ്ട് പ്രൂഫ് ചെയ്ത് മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുപോലെ എന്ത് ചെയ്യാം? ദൈവത്തെ ആരാധിക്കാം. മനസ്സിലായോ? ഇനിയും
ആറാമതായിട്ട് ഇസ്രായേൽ മക്കൾ എന്തോ കാഹളം കേട്ടില്ല. അഞ്ചാമതായിട്ട് അവധി ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും കാഹളമൂതുമായിരുന്നു. ലേവ്യാപുസ്തകം 23-ാം അധ്യായം 23 മുതൽ 25 വരെ. വെളിപ്പാട് പുസ്തകം ലേവ്യാപുസ്തകം 23-ന്റെ 23 മുതൽ 25 വരെ വായിച്ചു. നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിലെ അരികു തീർത്ത് കൊയ്യരുത്, കാര പെറുക്കിയുമരുത്. അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗവുമുള്ള സ്വസ്ഥ ദിവസമായിരിക്കണം. നേരം ഉത്സവ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒക്കെ ഇസ്രായേൽ മക്കൾ കാഹളം ഊതുമായിരുന്നു. നമുക്ക് വലിയ കാഹളം ഒന്നും ഇല്ലെങ്കിൽ പണ്ട് നമുക്കുണ്ടായിരുന്ന ഡ്രമ്മിന്റെ ശബ്ദമായിരുന്നു, അല്ലേ? അയ്യോ, ഡ്രം അടിച്ച് പാട്ടുപാടി ആരാധിക്കുന്ന രംഗങ്ങളൊക്കെ പഴയ കാലങ്ങളിൽ. ഇപ്പൊ അതെല്ലാം മാറി. സ്തോത്രം. ഇതുപോലായിരുന്നു ഇസ്രായേൽ മക്കൾ കാഹളം ഊതി ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു. ഇനി ആറാമത്, രാജാക്കന്മാരുടെ കിരീടധാരണ സമയത്ത് ഇസ്രായേൽ മക്കൾ കാഹളം ഊതുമായിരുന്നു. ദ കൊറോണേഷൻ ഓഫ് കിങ്സ്. രാജാക്കന്മാരുടെ കിരീടധാരണ സമയത്ത് രാജാവിനെ അനോയിന്റ് ചെയ്യുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 12 മുതൽ 14 വരെ. വായിക്കണമെന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഏഴാമത് റെഫറൻസ് ഒന്നുകൂടെ പറയണേ. രണ്ട് രാജ 11-ാം അധ്യായം 12 മുതൽ 14 വരെ. താങ്ക് യു സാർ. ഓക്കെ. ഏഴാമത്, ടു സെലിബ്രേറ്റ് വിക്ടറി. ജയം കൊണ്ടാടുമ്പോൾ കാഹളവും. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 20 വരെ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 20 വരെ. നമുക്കറിയാം, ദ ഫാൾ ഓഫ് ജെരിക്കോ. എരികോ വീഴുന്ന സമയം, അല്ലേ? ഇനി എട്ടാമത്, ടു അനൗൺസ് ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുവാൻ കാഹളമൂതി. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16 മുതൽ 19 വരെ. മൗണ്ട് സനായി വെച്ച് കാഹളമൂതി. ഈ 8 വിധ സന്ദർഭങ്ങളിൽ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? കാഹളങ്ങൾ ഊതുവാൻ തക്കവണ്ണമിടയാക്കി.
ഞാൻ അതിന്റെ ഒരു സമ്മറി ആയിട്ട് ചില പോയിന്റ്സ് ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ പറയാം. എഴുതിയതെങ്കിൽ എഴുതിക്കോ. ഇത് തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ എഴുതിക്കോ. ഗാദർ ഹിസ് പീപ്പിൾ, ദൈവത്തിന്റെ ജനത്തെ കൂട്ടിവരുത്തുവാൻ. സെക്കൻഡ് വൺ, ഗൈഡ് ദെയർ ജേർണി, അവിടെ യാത്രയിൽ വഴി കാണിക്കാൻ. മൂന്ന്, വാൺ ഓഫ് ഡേഞ്ചർ, അപകട മുന്നറിയിപ്പ്. അടുത്തത്, കാൾ ദ നേഷൻ ടു വർഷിപ്പ്, ആരാധനയ്ക്ക് ദേശത്തെ വിളിച്ചുകൂട്ടാൻ. അടുത്തത്, സെലിബ്രേറ്റ് ഗോഡ്സ് വിക്ടറീസ്, ദൈവത്തിന്റെ വിജയങ്ങൾ ആഘോഷിക്കാൻ. അടുത്തത്, അനൗൺസ് ഇമ്പോർട്ടന്റ് ഈവന്റ്സ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ അനൗൺസ് ചെയ്യാൻ, വിളംബരം ചെയ്യാൻ. നമ്മോടുള്ള ബന്ധത്തിൽ പോയിന്റ്, പ്രൊഫറ്റിക്കലി ടു ക്രൈസ്റ്റ് റിട്ടേൺ, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനെ ഓർപ്പിക്കാൻ. എന്നാൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നുമല്ല കാഹളോടെ ഊതുന്നത്. സഭയെ വിളിച്ചു കൂട്ടാനോ പുറപ്പെടുവിക്കാനോ രാജാവിനെ അഭിഷേകം ചെയ്യാനോ ആരാധനയ്ക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. പിന്നെന്താ? സ്വർഗത്തിൽ പോലും അരമണിക്കൂർ മൗനത നൽകുന്നത് കാണാൻ കഴിയും. അരമണിക്കൂർ സ്വർഗത്തിൽ മൗനതയുണ്ടായി. വരാൻ പോകുന്ന ന്യായവിധിയുടെ ഭീകരതയാണ് സ്വർഗം അവിടെ വെളിപ്പെടുത്തിയത്. അരമണിക്കൂറത്തെ മൗനത എന്ന് പറയുന്നത് മറ്റ് ഇതിനു മുമ്പുള്ള 6 മുദ്രകൾ പൊട്ടിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കാൾ വളരെ ഭയാനകരമായ സംഭവങ്ങളാണ് 7 കാഹളം ഊതുമ്പോൾ നടക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ സ്വർഗം പോലും അവിടെ മൗനമായി നോക്കിക്കാണുകയാണ്. എന്താണ് ഇനി സംഭവിക്കുന്നത്? വായിക്കാം. 1-ാമത്തെ കാഹളം. ഏതാ വാക്യങ്ങൾ? 8-ാം അധ്യായം 1-ാമത്തെ കാഹളം തുടങ്ങുന്ന ഏത് വാക്യമാ? 7-ാം വാക്യം. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. എന്ത് മനസ്സിലായി? ഈ നിങ്ങളിൽ ചിലരൊക്കെ നിങ്ങളുടെ പറമ്പിലൊക്കെ കൃഷിയൊക്കെ നടുന്നവരാ എന്ന് ഞാൻ വിചാരിക്കുന്നു. കൃഷിയിടങ്ങളിൽ കളനാശിനി ഉപയോഗിക്കുന്നതിന്റെ 10,000 മടങ്ങ് ശക്തിയുള്ള രാസപദാർത്ഥങ്ങൾ ഭൂമിയിൽ വീഴും. 1-ാമത്തെ കാഹളം ഊതിയപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്?
എന്താണ് അവിടെ സംഭവിച്ചത്? ആ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. അപ്പോൾ ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി, വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. കൽമഴ, രക്തം കലർന്ന കൽമഴ, വെന്തു പോകുന്ന മഴ. അന്നേരം ഈ പെയ്യുന്ന സംഭവം എന്നാ? എല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏറ്റവും ശുദ്ധമായ വെള്ളം മഴവെള്ളമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീടിനൊക്കെ വീടിനൊക്കെ ഇത് കിട്ടണമെങ്കിൽ, പെർമിഷൻ കിട്ടണമെങ്കിൽ മഴക്കുഴി ഉണ്ടാക്കണം, അന്നേരം ഇത് കിട്ടത്തുള്ളൂ, എന്തോ നമ്പർ കിട്ടത്തുള്ളൂ. ഈ ഒന്നാം കാഹളം ഊതുമ്പോൾ പെയ്യുന്ന മഴയുടെ വെള്ളം കുടിക്കാൻ പറ്റുന്നതാണോ? ഇപ്പൊ നല്ല വെള്ളം അല്ല. നല്ല വെള്ളം പലരും കുടിക്കുന്നതിന്റെ കാരണം ദൈവസഭ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. അത് ഓർത്തോണം. ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ 10,000 മടങ്ങ് ശക്തിയുള്ള രാസപദാർത്ഥങ്ങൾ ഭൂമിയിൽ ചൊരിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തില് ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? സോദോം ഗോമോറയെ ദൈവം എങ്ങനെയാ നശിപ്പിച്ചത്? തീയും ഗന്ധകവും ഭയങ്കര രാസായുധങ്ങൾ ഉപയോഗിച്ചാണ് അതിനെ ഉന്മൂലനം ചെയ്ത് കളഞ്ഞു. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കണ്ടുപിടിച്ച് വച്ചിരിക്കുകയായിരുന്നു. മനസ്സിലായോ? പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു. സോദോം പട്ടണത്തിൽ അബ്രഹാമിന്റെ ഒരു കസിൻ കുടുംബമായി പാർക്കുന്നുണ്ടായിരുന്നു. അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രനായ ലോത്തും, ലോത്തിന്റെ ഭാര്യയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ലോത്തിന്റെ ഭാര്യയുടെ പേര് അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. ഭാര്യയുടെ പേര് പറയുന്നില്ലല്ലോ. ലോത്തിന്റെ ഭാര്യയുടെ പേര് അതിൽ പറയുന്നില്ല. സീനസ് ഇതിനകത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. ഈ പണ്ടൊരിടത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ലോത്തിന്റെ ഭാര്യയുടെ പേര് ലോത്തിയാണ്. പേരവിടെ പറയുന്നില്ല. ലോത്തിന് എത്ര മക്കളുണ്ടായിരുന്നു അവിടെ? 2 മക്കൾ, 2 പെൺമക്കൾ. 2 പെൺമക്കൾ. അവരുടെ വിവാഹമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാരണം പെൺമക്കള് മാത്രമാണ് അവരുടെ ഭർത്താക്കന്മാര് രക്ഷപ്പെട്ടോ വല്ലതും അറിയാവോ? നിങ്ങൾക്ക് അതൊരു അസൈൻമെന്റ് തരാം. എനിക്ക് ഇങ്ങനെ വരുമ്പോഴൊക്കെ പറയാൻ തോന്നും. ലോത്തിന്റെ മരുമക്കൾ സോദോം ഗോമോറയിൽ വീണ തീയിൽ നിന്ന് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഇത്രയും കിട്ടിയാ മതി. അവര് രക്ഷപ്പെട്ടു അല്ലെ ഇല്ല, ഇത് മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, നിങ്ങൾ വലിയൊരു A4 ഷീറ്റ് എടുത്ത് ഒരു മെമ്മറാണ്ടം ഒന്നും എഴുതണ്ട, ഇത്തരം കാര്യങ്ങളൊന്നും തന്നാൽ മതി. അറ്റ്ലീസ്റ്റ് ആ 19-ാം അധ്യായമെങ്കിലും ഒന്ന് വായിക്കുക. ഇവിടെ ലോത്ത് എന്ന് ലോത്തിന്റെ മരുമക്കളോട് പറഞ്ഞു, ഇതുപോലെ വലിയ തീയൊക്കെ വരാൻ പോകാ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോണോന്നൊക്കെ ചെന്ന് പെമ്പിള്ളാരെ കെട്ടാനിരിക്കുന്ന ചെറുക്കന്മാരോട് ചെന്ന് പറഞ്ഞപ്പോ അവർക്കത് തമാശയായിട്ടാ തോന്നി. എന്തുകൊണ്ടാണ് ലോത്ത് വരാൻ പോകുന്ന വലിയ തീയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ചെന്ന്
മരുമക്കളോട് ചെന്ന്, മരുമക്കളെന്ന് നിയുക്ത മരുമക്കളെന്ന് ചിന്തിച്ചു, മരുമക്കളോട് ചെന്ന് പറഞ്ഞപ്പം അവർക്കത് തമാശയായിട്ട് തോന്നാൻ കാരണം എന്തുകൊണ്ടാ? ഞാൻ ഈ സെമസ്റ്ററിൽ ഈ വെളിപ്പാട് പുസ്തകം ദാനിയേലൊന്നും തീർക്കുകയല്ല. ഇത് കുറച്ചു നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചേക്കുവാ. ശോധനം എന്തുകൊണ്ടാണ് അവർക്ക് തമാശയായിട്ട് തോന്നാൻ കാരണം? എന്തെങ്കിലും ഒരു ആശയം പറ. നേരത്തെ സീരിയസ് അവർക്ക് ആയിട്ടുള്ള ഒരു അത്രയ്ക്കും കാര്യവും ജോസ് വിശ്വാസമില്ല. പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് ഒരാൾ പറയും. യഥാർത്ഥമായി പുലി വന്നു കഴിഞ്ഞപ്പോൾ ആരും വന്നില്ല പുലി പിടിക്കാൻ. എന്ന് പറഞ്ഞ പോലെ ഈ ലോത്ത് ഭയങ്കര തമാശ പറഞ്ഞൊരു മനുഷ്യനാണ്. മനസ്സിലായി? ലോത്ത് പറയുന്നത് ആരും എത്ര വിശ്വസിക്കില്ല. കാരണം എന്താ, പുള്ളി ഇരിക്കുന്നത് എവിടാ നിങ്ങൾക്കറിയാമോ? പുള്ളിയുടെ സീറ്റ് എവിടാ പറ? ലോത്ത് എവിടെ ഇരുന്നേ? പട്ടണവാതക്കൽ. പട്ടണവാദത്തിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, മറുപടി പറയാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഇഷ്ടം പോലെ തമാശകൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ലോത്ത്. അല്ലെങ്കിൽ സ്വന്തം പെൺപിള്ളാരെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരുടെ അടുക്കി ചെന്ന് കുഞ്ഞെ ഇത് പറഞ്ഞപ്പോ അവർക്ക് തമാശയായിട്ട് തോന്നുവോ? ഇനി ഒരാൾക്ക് തോന്നിയാലും മറ്റേ ആൾക്ക് തമാശയായിട്ട് തോന്നുവോ? ഇല്ലല്ലോ. രണ്ടുപേർക്കും ഇത് തമാശയായിട്ട് തോന്നാൻ കാരണം പിന്നെ പുള്ളി പറയുന്ന മൊത്തം തമാശ. എന്നിട്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ പറയുന്ന ദൈവത്തിന്റെ വചനം മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ ആത്മീയ നില നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. നമ്മളുടെ ആത്മീയ നില നമ്മൾ സൂക്ഷിക്കാതെ ജീവിച്ചാൽ നമ്മൾ പറയുന്ന വാക്കുകൾ അവർ അംഗീകരിക്കുകയില്ല. എനിക്ക് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഈ ലോത്തിനാട്ടെ, ലോത്തിന്റെ ഭാര്യയ്ക്കാട്ടെ, ഈ പെമ്മക്കൾക്കാട്ടെ ആ വീട് വിട്ടു വരാൻ ഒട്ടും ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ അവര് പുറത്തു വന്നതെന്ന് പറയാമോ? പിന്നെങ്ങനെ അവര് പുറത്തു വന്നേ? വേഗം പറ. ലോത്തും കുടുംബവും പുറത്തു വരാൻ കാണാൻ ഇവാഞ്ചലിസ്റ്റ് വിപിൻ ദാസ് പറഞ്ഞോ. ദൂതന്മാര് കൈക്ക് പിടിച്ച് വെളിയിലിറക്കിയവരെ. വണ്ടർഫുൾ. മനസ്സിലായോ? ലോത്തിന്റെ കൈക്കും ദൈവത്തിന്റെ ദൂതൻ പിടിച്ചു, ലോത്തിന്റെ ഭാര്യയുടെ കൈക്കും പിടിച്ചു, ലോത്തിന്റെ പിള്ളാടെ കൈക്കും പിടിച്ചു. ഇതുപോലെ സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരു കുടുംബം വേറെയില്ല. എങ്ങനെ രക്ഷപ്പെട്ട് പിറ്റേ ആഴ്ചത്തെ സഭായത്തിന് ലോത്തിന്റെ പിള്ളേരുടെയൊക്കെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ദൈവത്തിന്റെ കൈ, ദൂതന്മാര് ഞങ്ങളുടെ കൈക്ക് പിടിച്ച് ഞങ്ങളെ പുറത്തു പോകും. ദൂതന്മാർ അവരെ സോദോം പട്ടണത്തിൽ പുറത്തു കൊണ്ടുവന്ന് അവരാ ദേശം വിട്ടപ്പം തന്നെ അവിടെ തീയും ഗന്ധവും എന്ത് ചെയ്തു? വർഷിക്കപ്പെടാൻ തുടങ്ങി, അഗ്നിക്കിരയായി. ലോത്തിന്റെ ഭാര്യയുടെ സാക്ഷ്യം ഭയങ്കര സാക്ഷ്യമായിരുന്നു. സ്തോത്രം. തീ വീണ് ഞങ്ങളുടെ പട്ടണം നശിക്കുന്നതിന് മുമ്പ് ദൈവം ഞങ്ങളുടെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടു. സാക്ഷിയൊക്കെ നല്ലതാണ്, എല്ലാവരുടെയും കൈക്ക് ദൂതന്മാർ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ലോത്തിന്റെ ഭാര്യ ദൈവം കാണിച്ച പർവ്വതത്തിൽ ഓടിച്ചെന്ന് രക്ഷ പ്രാപിച്ചില്ല. ഇന്ന് ഈ ക്ലാസ്സിൽ ഒന്ന് രണ്ട് ആലോചനകൾ പറയാനുണ്ട്. ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടത് ദൈവം നിന്റെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നതാണ്. നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വഴിമാറ്റി വിട്ടതാ, സത്യമാ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്മാറ്റം ജീവിതത്തിൽ വന്നു. നമ്മൾ വായിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യ ലോത്തിന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കിയെന്നാ. മനസ്സിലായോ? അന്നേരം ഇറങ്ങിയതൊക്കെ ദൈവിക സ്പർശനത്തോടു കൂടെയാണ്, വിടുതലോടുകൂടാണ്, ദൈവപ്രവൃത്തി കണ്ടൊക്കെ ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ
ക്രമേണ അവൾ എന്ത് ചെയ്തു? ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത് ലോത്താണ്. ലോത്തിന്റെ ഭാര്യയോ മുമ്പിലാണോ പിമ്പിലാണോ? പിൻപിലാണ്. അങ്ങനെ എഴുതിയേക്കുന്നേ. പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി അവൾ ഉപ്പുതൂണായി ഭവിച്ചു. മനസ്സിലായോ? അന്നേരം വളരെ അറിയേണ്ട ഒരു 3 കാര്യം ശ്രദ്ധിക്കണം. ദൈവം പർവ്വതത്തിൽ രക്ഷ ഒരുക്കി വെച്ചിട്ടാണ് അവരെ വിളിച്ചിറക്കിയത്. ആ രക്ഷ അവിടെ ഉറപ്പാ. അവിടെ ചെല്ലേണ്ടത് ലോത്തിന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്വമാണ്. ദൈവത്തിന് അവരെ പിടിച്ചിറക്കാനേ പറ്റത്തുള്ളൂ. ഒത്തിരിയൊക്കെ ദൈവം നമ്മെ സഹായിക്കും. രണ്ടാമത്, നന്നായിട്ട് ദൈവത്തിന്റെ ദൂതൻ അറിയാം നാശം നിശ്ചയമാ സ്വതവും പറയും. നാശം നിശ്ചയമാകുമ്പോൾ തന്നെ പട്ടണത്തിൽ ദൈവം കാണിച്ച പർവ്വതത്തിൽ രക്ഷ ഉറപ്പാ. ദൂതൻ അവിടെ കൈക്ക് പിടിക്കാനുള്ള അടുത്ത കാര്യം എന്നാന്നറിയാമോ? നമ്മുടെ എല്ലാവരുടെയും ജഡം ബലഹീനമായിട്ടാണ്. നമ്മുടെ ജഡം ബലഹീനമാണ്. ബലഹീനമാകുന്ന നമ്മുടെ ശരീരത്തിൽ ദൈവം ബലപ്പെടുത്താൻ നമ്മുടെ കൈക്ക് പിടിക്കും. ആസാബിന് വലം കൈക്ക് പിടിച്ചില്ലേ? പത്മോസ് ദ്വീപിൽ യോഹന്നാനെ തൊട്ടില്ലേ? കേബാർ നദിയുടെ തീരത്ത് എഹസ്കേലിന്മേൽ ദൈവത്തിന്റെ കരം വന്നില്ലേ? പക്ഷേ ലോത്തിന്റെ ഭാര്യ രക്ഷപ്പെടാൻ കഴിയാതെ പോയി. ഒരുമിച്ചിറങ്ങി, ഒരുമിച്ച് സാക്ഷ്യം പറഞ്ഞു. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ദൂതന്മാർ ഒക്കെ കൈപിടിച്ചൊക്കെ ശരിയാണ്. നമ്മുടെ കൂടെ ഇറങ്ങി അനേകര് പിന്മാറിപ്പോയില്ലേ? എന്ന് പറയാ CP ജോൺസൺ ആലോചന പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിൽ കിടന്നു. അനവധി ദൈവദാസന്മാരുടെ മക്കൾ പിന്മാറിപ്പോവുകയാണ്. അപ്പനോ അമ്മയ്ക്കൊന്നും അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരുടെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ പിന്മാറ്റമൊന്നുമല്ല. പണ്ട് നമ്മൾ വിട്ട പാപവഴികളിലേക്കും സമുദായങ്ങളിലേക്കും ഒക്കെ പിന്മാറിപ്പോയി. ഒരു ഉപദേശകന്മാർ കഴിഞ്ഞ ദിവസം പറയും, എനിക്ക് പെന്തക്കോസ്തുകാരെ ഇഷ്ടമേ അല്ല, എനിക്ക് ഉപദേശമാരെ ഇഷ്ടമേ അല്ല. ഞാനതൊരു മറുപടി എന്നോട് പറഞ്ഞ ഒരാളോട് ഞാൻ ചോദിച്ചു, നീ എത്ര ഉപദേശമാരെ കണ്ടിട്ടുണ്ട്? യേശുവിന്റെ കൂടെ കർത്താവ് തന്നെ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയും ഉണ്ടായിരുന്നു, അല്ലേ? യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു 30 വെള്ളിക്കാശിന് വേണ്ടി. യൂദ പുള്ളി യേശുവിന് ഇട്ട വില 30 വെള്ളിക്കാശ്. പക്ഷെ ഈ യൂദയെ കണ്ട് പത്രോസ് പിന്മാറിപ്പോയോ? പറ. യോഹന്നാൻ പിന്മാറിപ്പോയോ? ബർഥലോമായി പിന്മാറിപ്പോയോ? ആത്മീയ മണ്ഡലങ്ങളിൽ യേശുവിനെ ഒറ്റിക്കെടുക്കുന്നവര് കാണും, യേശുവിനെ തള്ളിപ്പറയുന്നവര് കാണും. ഇതൊക്കെ ആത്മീയ മണ്ഡലത്തിലുണ്ട്. മനുഷ്യനെ നോക്കി വിശ്വാസ ജീവിതം നയിക്കാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കി യാത്ര ചെയ്തോ. കർത്താവിനെ നോക്കാതെ പോയാൽ അങ്ങും ഇങ്ങും നോക്കിയാൽ മുന്നിൽ പോകാൻ പറ്റത്തില്ലെന്നാണ് പാട്ടുകാരൻ പറയുന്നത്. ഓക്കെ, അന്നേരം കെമിക്കൽ ആക്ഷനാണ് 1-ാം കാഹളത്തിൽ സംഭവിച്ചേക്കുന്നത്. മനസ്സിലായോ? ഇനി 2-ാമത്തെ കാഹളം നോക്കിക്കേ, 8-ാം വാക്യം.
രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമര പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി. കപ്പലുകളിലും മൂന്നിലൊന്നിന് ഛേദം വന്നു. എന്തോ സംഭവ? മഹോപദ്രവ കാലഘട്ടങ്ങളിൽ, എതിർ ക്രിസ്തുവിന്റെ ഭരണ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ നടക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയായി പറയുന്നത്. മനസ്സിലായോ? നമുക്കറിയാം, അമേരിക്ക ഹിരോഷിമയിൽ ബോംബിട്ടതിന്റെ പ്രത്യാഘാതം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, അല്ലേ? ഇന്നും അതിന്റെ പ്രയാസങ്ങളുണ്ട്. ഇവിടെ നോക്കണം, വൻ മല പോലെ ഒന്ന് സമുദ്രത്തിൽ വീണു. വൻമല പോലെ ഒന്ന് സമുദ്രത്തിൽ വീണു. എന്നിട്ട് സമുദ്രത്തിലെ ജീവനുള്ളതിൽ മൂന്നിലൊന്ന് എന്ത് ചെയ്തു? ചത്തുപോയി. നമ്മള് നല്ല മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നത് ഈ കടലിൽ വലിയ പ്രശ്നമില്ലാതിരിക്കുന്നതുകൊണ്ടാണ്. ചിലർക്ക് ഫുഡിന് മീൻ നിർബന്ധമുള്ളവരുണ്ട്, അല്ലേ? മീനിനൊക്കെ ഭയങ്കര ക്ഷാമം വരാൻ പോകാം. ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഇപ്പം പലരും ഈ നല്ല മത്സ്യമൊക്കെ കഴിക്കുന്നതിന്റെ കാരണം ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഭൂമിയുടെ വെളിച്ചമാകുന്ന, ഭൂമിയുടെ ഉപ്പാകുന്ന ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ സമുദ്രത്തിൽ ജീവനുള്ള മൂന്നിലൊന്ന് എന്ത് ചെയ്യും? ചത്തുപോകും. ഇപ്പം തന്നെ മീനിനൊക്കെ എന്നാ വിലയാ. മീൻ കിട്ടാതെ വരുമ്പോൾ എന്തോ പ്രയാസം നോക്കുകയും. അത് മാത്രമല്ല, ഉപ്പ്, നമ്മൾ എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്ന ഉപ്പ് എങ്ങനെയാ കിട്ടുന്നേ? കടൽ വെള്ളത്തിൽ. അതെ. അന്നേരം ഉപ്പിന് ക്ഷാമം വരാൻ പോവാ. ഉപ്പിന് ക്ഷാമം വരുന്നു, മത്സ്യത്തിന് ക്ഷാമം വരുന്നു, കപ്പൽ ഛേദം. ഈ സാധന സാമഗ്രികളുമായിട്ടൊക്കെ വരുന്ന കപ്പലുകളെല്ലാം എന്ത് ചെയ്യാം? തകർന്ന് തരിപ്പണമായി പോവും. ചരക്ക് നീക്കം നിലയ്ക്കും. രണ്ടാമത്തെ കാഹളം ഊതിയപ്പോൾ ഭയങ്കര പ്രയാസങ്ങളുണ്ടായി, അല്ലേ? ഒന്നാമത്തെ കാഹളം ഊതിയപ്പോ അത് കൃഷിയിടങ്ങളിൽ, അല്ലേ? അത് കരയിലായിരുന്നു, അല്ലേ? വെജിറ്റബിൾ എല്ലാം തീർന്നു. മൃഗങ്ങൾക്ക് പുല്ല് കിട്ടാൻ ഒക്കാത്ത അവസ്ഥ വന്നു. ഇപ്പൊ നോക്കിയ സമുദ്രത്തിലായി. കരയിലും കടലിലും എല്ലാം ദൈവത്തിന്റെ ന്യായവിധിയാണ്. അതുകൊണ്ട് മനുഷ്യൻ ഇപ്പം തീരുമാനിച്ചേക്കുന്നത് ഇങ്ങനെ ചൊവ്വായിലൊക്കെ പോയി താമസിക്കാമെന്നാണ്. മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അത് സാധ്യമാണോ? ചൊവ്വായിലൊക്കെ പോയി താമസിക്കാൻ സാധ്യമാണോ? അല്ല, എവിടെ പോയി വിളിച്ചാലും അവിടെ ഞാനുണ്ടെന്ന് വചനമുണ്ട്. സാധിക്കത്തില്ല. ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് കൂട്ടിയാലും നിന്നെ അവിടെ നിന്ന് ഇറക്കുമെന്നു. അതാരാ പറഞ്ഞത്? ലാലുപാസാണോ?
യെസ് സർ. മനുഷ്യന്റെ പ്രയത്നങ്ങളൊന്നും തടയപ്പെടുന്നില്ല. നിങ്ങൾ ഭൂമിയിലെല്ലാം പോയി ചിതറി പാർക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ശിനാർ ദേശത്ത് അവർ കുടിയിരുന്നിട്ട് സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയാൻ അവർ പ്ലാൻ ചെയ്തു. എല്ലാം തകർന്നുപോയി. അതുപോലെ ഇപ്പോൾ എല്ലാവരും ബഹിരാകാശത്ത് താമസിക്കാനും മറ്റു ഗോളങ്ങളിൽ താമസിക്കാൻ വേണ്ടി സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടേക്കുവാണ്. നമ്മുടെ കേരളത്തിലും കുറച്ചു പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സ്ഥലം. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. പോകാനൊക്കെ ഇല്ലയോ എന്നുള്ളത് പിന്നെ അത് പിന്നത്തെ കാര്യമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? കർത്താവ് കടലിനെ ഇളക്കിയാൽ, കരയെ ഇളക്കിയാൽ, ആകാശത്തെ ഇളക്കിയാൽ ആർക്കും സ്വസ്ഥത കിട്ടത്തില്ല. ഇനി മൂന്നാമത്തെ കാഹളം 10ഉം 11ഉം ചേർത്ത് വായിച്ചു. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 മേലും നീരുറവകളിന്മേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ആദ്യം കരയിലോട്ടാ സംഭവം വന്നത്. അന്നേരം പലരും ഹൗസ് ബോട്ടൊക്കെ എടുത്ത് ചെറിയ കടലിലോട്ടൊക്കെ ഇറങ്ങി. പിന്നെ അവിടുത്തെ പരിപാടി കൂട്ടി. ഇപ്പം പിന്നെന്തുവാ, നദികളിൽ മേൽ അല്ലേ, നദികളിൽ മേലും നീരുറവിന്മേലും എല്ലാം ദൈവത്തിന്റെ ന്യായവിധി വന്നു. മത്തായിയുടെ സുവിശേഷം 24:28 വായിച്ചേ. മത്തായി 24:28. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പരസ്യ വരവിന്റെ ലക്ഷണങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞതാണ്. എന്താ കർത്താവ് പറഞ്ഞത്? ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോവും, ആകാശ നക്ഷത്രങ്ങൾ വീഴും. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തുനിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. കാഞ്ഞിരത്തിന്റെ പ്രത്യേകത എന്നാ? കാഞ്ഞിരത്തിന്റെ കയ്പ. അതെ, കാഞ്ഞിരത്തിന്റെ പുറത്ത് എത്ര പഞ്ചസാര എന്ന് എഴുതിയാലും അത് കയ്പ് തന്നെ. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അന്നേരം സകല മനുഷ്യരുടെയും കഞ്ഞുകുടി മുട്ടി അല്ലേ. നീരുറവുകളിൽ മേലും നദികളിൽ മേലും എല്ലാം വീണു. 1/3 കയ്പായി പോയി. നല്ലപോലെ ഒരു ഐസ്ക്രീം ആക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒക്കെയല്ല. നമ്മൾ പോകല്ലോ സ്വർഗത്തിൽ. നമ്മുടെ കാര്യമല്ലേ പറയാം, അന്നുള്ളവരുടെ കാര്യം. മനസ്സിലായോ? രാവിലത്തെ ബെഡ് കോഫി കിട്ടുവോ? കാഞ്ഞിരം പോലെ കഴിക്കുന്ന ബെഡ് കോഫി കുടിക്കാൻ പറ്റുമോ? ഇത് നിവൃത്തിയോടുകൊണ്ട് പലരും കുടിച്ചു പോയി. അവർ ചത്തുപോയി. വിഷം പോയിസണാ.
നല്ല ശുദ്ധമായ വെള്ളമൊക്കെ കുടിക്കുകയും നല്ല നല്ല ഫുഡ് കഴിക്കുകയും ഐസ്ക്രീം തിന്നുകയും ചായ കുടിക്കുകയും കോഫി കുടിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാര്യം ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ കേറോപ്പിലാണെന്ന് ഇവരെല്ലാം ഇതെല്ലാം തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വില എന്നാന്ന് വില മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വില മനസ്സിലാവുന്ന ഒരു സമയം വരാൻ പോവാ. ബോട്ടിലിനകത്ത് വെള്ളമൊന്നും കിട്ടത്തില്ല. 500 മില്ലിയുടെയും 1 ലിറ്ററിന്റെ ഒന്നും വെള്ളം പിന്നെ കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് വെള്ളം എടുത്തില്ലെങ്കിലും പോകുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് വെള്ളം വാങ്ങിക്കാം, അല്ലേ? അതൊക്കെ നിൽക്കാൻ പോവാ. 4-ാമത്തെ ദൂതനൂതി 12-ാമത്തെ വാക്യല്ലേ? ആ, വായിക്കാം. 4-ാമത്തെ ദൂതനൂതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. ആമേൻ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? രാവിനും പകലിനും വ്യത്യാസമായി എന്ന് പറഞ്ഞാൽ സമയങ്ങളിൽ സമയക്രമത്തിന് മാറ്റം വരും. ഇപ്പോള് ഒരു ഡേ ടൈം എത്ര മണിക്കൂറുണ്ട്, നൈറ്റ് എത്ര മണിക്കൂറുണ്ടെന്നുള്ളത് നമുക്ക് കണക്കൂട്ടി പറയാം. പണ്ട് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി എന്നൊക്കെ വേണേ പറയാം. എന്നാൽ 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. മനസ്സിലായോ? ഇവ നന്നായി ഉറങ്ങുന്നതിന്റെ ഒക്കെ കാരണം ദൈവമക്കൾ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്. ഉറക്കത്തെ ബാധിക്കും, ഡ്യൂട്ടിയെ ബാധിക്കും, എല്ലാം. സമയക്രമം മാറിയ പിന്നെ എന്നോ ചെയ്യും? മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ സെമിനാരിക്ക് ഒരു ടൈം ഉണ്ട്. ഇനിയിപ്പോ 1 മണിക്കൂറുണ്ട് ക്ലാസ്, അല്ലേ? അങ്ങനല്ലേ? എല്ലാത്തിനും നമുക്ക് സമയക്രമമാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം. വെളിപ്പാട് പുസ്തകം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 ഒന്ന് വായിക്കാമോ? മത്തായി 24-29. വേറൊരാള് വെളിപ്പാട് 6:12 ഒന്ന് വായിക്കണം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ആമേൻ. ഇപ്പൊ നമ്മള് സൂര്യനെ കാണാൻ നല്ല ഭംഗിയാണ്, ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ കാണാൻ ഭംഗിയാണ്. എന്നാൽ ആകാശത്തിന്റെ ശക്തികളൊക്കെ ഇളകിപ്പോകുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. Time is only for his saints, not for wicked people. ദുഷ്ടന്മാർക്ക് വേണ്ടി അല്ല സമയം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്, ജനത്തിനു വേണ്ടിയാണ്. ഒക്കെ ഹഗായി പ്രവചനത്തിലേക്കൊന്ന് വന്നേ. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുക. ഹഗായി 2:6-7. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് കർത്താവ് സകലതിനെ ഇളക്കുമെന്നാ പറഞ്ഞത്. സകലതിനെ ഇളക്കും. ഇപ്പം തന്നെ എല്ലാം ആടിത്തുടങ്ങിയേക്കുക. എല്ലായിടത്തും
ദൈവത്തിന്റെ ചലനം ദൈവം ആരംഭിച്ചു കഴിഞ്ഞു, അല്ലേ? എബ്രായലേഖനം 12-ാം അധ്യായം 25 മുതൽ 29 കൂടെ നമ്മൾ ചേർത്ത് വായിച്ചു പഠിച്ചു നോക്കിക്കേ. പ്രവാചകന്മാർ പറഞ്ഞതും യേശു തമ്പുരാൻ പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും ഒന്ന് ഒത്തു നോക്കിക്കേ. എബ്രായലേഖനം 12-ന്റെ 25 മുതൽ 29 വരെ. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം വന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത്, നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ആമേൻ. ഒരു പഴയ വീട് പൊളിച്ചു പണിയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഇളകാത്തൊരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആകാശത്തെ ദൈവം ഇളക്കും, ഭൂമിയെ ദൈവം ഇളക്കും, കടലിനെ ദൈവം ഇളക്കും, എല്ലാം ഇളക്കി മാറ്റും. എത്ര ഭയാനകരമായ കാര്യമാണ് എതിർക്രിസ്തുവിന്റെ ഭരണകാലങ്ങളിൽ നടക്കുന്നത്. ഒരു മനുഷ്യന് സ്വസ്ഥതയില്ല. കരയിൽ സഞ്ചരിക്കുന്നവൻ, കരയിൽ പണിയെടുക്കുന്നവൻ, ആകാശത്തു കൂടെ സഞ്ചരിക്കുന്നവൻ, കടലിൽ കൂടെ സഞ്ചരിക്കുന്നവൻ, കടലിൽ പണിയെടുക്കുന്നവൻ, നദികളിൽ കൂടെ സഞ്ചരിക്കുന്നവൻ, മീൻ പിടിക്കുന്നവര്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവര്, എല്ലാത്തിനെയും ഒരുമിച്ച് ബാധിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. ആ സമയത്ത് മണവാട്ടിയാകുന്നു ദൈവസഭ മണവാളരായി ക്രിസ്തുവിനോടൊത്ത് സ്വർഗത്തിൽ ഹല്ലേലൂയ പാടും, ദൈവത്തെ ആരാധിക്കും. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഞാൻ ബ്രേക്ക് തരികയാണ്. വെളിപ്പാട് പുസ്തകം 8-13 നമുക്ക് വായിക്കാം. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്ത് മനസ്സിലായി? ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം. എന്നിട്ട് ഇത്രയും നേരം ഇത്രയും 7 മുദ്ര പൊട്ടിച്ചപ്പോഴും ഈ 4 കാഹളം ഊതിയപ്പോഴും വന്ന പ്രതിസന്ധി ഒരു കഷ്ടമല്ലേ? ഇവിടെ പറയാണ് ഭൂവാസികൾക്ക് അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം. 3 പ്രാവശ്യം പറയുന്നത്. ആരാ പറയുന്നത്? ആരാണ് പറയുന്നേ? ഒരു കഴുകനാണ് പറയുന്നത്, ദൈവദൂതനല്ല പറയുന്നത്, കഴുകനാ പറയുന്നത്, അല്ലേ? ഒരു കഴുകനാ പറയുന്നത്. നമ്മൾ ദൈവവചനം പഠിച്ചാൽ അനവധി പ്രാവശ്യം ദൈവം തന്റെ ആലോചന അറിയിക്കാൻ ദൈവം സൃഷ്ടിച്ച ചില ആത്മാവില്ലാത്ത പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച
ബിലയാമിന്റെ ആ കഴുതയെ സംഖ്യാപുസ്തകം 22-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ബിലയാമിന്റെ കഴുത സംസാരിച്ചെന്ന. കഴുത സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാറില്ല. വാക്യം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 22-ന്റെ 30-31. കഴുത ബിലയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലമൊക്കെയും എന്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മതി. അന്നേരം കഴുത സംസാരിക്കുന്നു, ബിലയാം കേൾക്കുന്നു, ബിലയാം മറുപടി പറയുന്നു. കഴുതയെ കൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം സംസാരിപ്പിച്ചത്? ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പോകരുതെന്ന് യഹോവയായ ദൈവം ബിലയാമിനോട് പറഞ്ഞിട്ട് അവൻ അനുസരിക്കാതെ പോയതാ. ദൈവത്തിന്റെ ദൂതൻ വാൾ ഊരിപ്പിടിച്ച് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് കഴുതയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഉടനെ കഴുത അടിക്കുകയാണ് ബിലയാം. കഴുതയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഉടനെ കഴുത സംസാരിച്ചു, ഞാൻ നിന്റെ കഴുതയല്ലേ? ഇത്രയും നാള് നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നില്ലേ? ദൈവം കണ്ണു തുറന്നു. അവൻ ദൈവത്തിന്റെ ദൂതനെ കണ്ടു. ബിലയാമിന് ഒരു മടങ്ങിവരവിനുള്ള ഒരു സമയം കൊടുക്കുവാൻ ദൈവം തന്റെ കഴുതയിൽ കൂടെ സംസാരിച്ചു. വേറൊരു ഭാഗം നിങ്ങൾ നോക്കിക്കേ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 71-72 വാക്യങ്ങൾ വായിച്ചേ. മർക്കോസ് 14-ന്റെ 71-72. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി രണ്ടാമതും കൂകി. കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. അതിനെക്കുറിച്ച് വിചാരിച്ചു കരഞ്ഞു. പത്രോസിന് ഒരു മാനസാന്തരം കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാ? ഒരു കൺവെൻഷൻ പ്രസംഗനെ അയച്ചിട്ടാണോ? ഒരു കോഴിയ. ബിലയാമിന്റെ കണ്ണ് തുറന്നത് ഒരു കഴുതയാ. പത്രോസ് ദുഃഖിച്ച് കരയാൻ കാരണം ഒരു കോഴിയാ. യോനയുടെ പുസ്തകം ഒന്നോട് എടുക്കാമോ? യോനയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. യോന 4-ന്റെ 7. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. യോനയെ ദൈവം ഒരു പാഠം പഠിപ്പിക്കാൻ ദൈവം അയച്ചതൊരു പുഴുവാ. നല്ല രാവണക്ക് കണ്ട് യോന അതിന്റെ കീഴിൽ ഇരിക്കുമ്പോഴാണ് ദൈവം ഒരു പുഴുവിനെ അയച്ച് അത് മുഴുവൻ കുത്തിക്കളഞ്ഞു ഉണങ്ങിപ്പോയി. അങ്ങനെ ആവണക്കിന്റെ ചുവട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാനല്ല ദൈവം നിനവയിലോട്ട് യോനെ അയച്ചത്. നമ്മൾ ചിലയിടത്തൊക്കെ ചില ശുശ്രൂഷകൾ മറന്ന് നമ്മള് സേഫായിട്ടിരിക്കാൻ ആഗ്രഹിച്ചാൽ ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ സ്വസ്ഥാനത്തെ ദൈവം ഇളക്കും.
നമുക്ക് ആശ്രയമെന്ന് തോന്നുന്ന ആവണക്കൊക്കെ ഉണങ്ങിപ്പോവും. അനുസരണക്കേട് കാണിച്ച യോനയെ നിനവയിൽ എത്തിക്കാൻ ദൈവം അയച്ച ഒരു മഹാമത്സ്യമുണ്ടായിരുന്നു. യോന പ്രവാചക പുസ്തകം 2-ാം അധ്യായം 2-ാം അധ്യായത്തിലുണ്ടല്ലേ, 2-ാം അധ്യായം 1-ാം വാക്യം അല്ലെ. ദൈവം ചിലരെ രൂപാന്തരപ്പെടുത്താൻ പ്രവാചകനെയോ പാസ്റ്ററെയോ ഉപദേശിയോ വിശ്വാസിയോ ഒന്നും അല്ല അയക്കുന്നത്. കഴുതയെ അയക്കും, കോഴിയെ അയക്കും, മത്സ്യത്തെ അയക്കും, പുഴുവിനെ അയക്കും, ഇതൊക്കെ അയക്കും അല്ലെ. അതുപോലെ ഇപ്പം സകല ഭൂവാസികൾക്കും കഷ്ടം 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 എന്ന് പറയാൻ കഴുകിനെ അയച്ചേക്കുന്നത് കണ്ടോ. എന്ന് പറഞ്ഞാൽ 7 മുദ്ര പൊട്ടിച്ചപ്പോഴും 4 കാഹളങ്ങൾ ഊതിയപ്പോഴും ഭൂമിയിൽ സംഭവിച്ച ന്യായവിധിയേക്കാൾ ഭയാനകമായ ന്യായവിധിയാണ് തുടർന്ന് വരുന്നത് എന്ന് ഒരു കഴുകൻ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാണ് അല്ലെ. ഇനി നമുക്ക് അടുത്ത മുദ്രയൊക്കെ അടുത്ത കാഹളം ഉടനെ വരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് 9-ാം അധ്യായം കയറി വന്നിട്ടുണ്ട്. അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ നിർത്തി എല്ലാവരും കേൾക്കുന്നത് വായിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ 9-ാം അധ്യായം. വായിക്കാം. 5-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു. അവർ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിനൊരു കൽപ്പന ഉണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിര തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യമന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേർ. 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാന് ദൈവം കൊടുക്കുന്ന വെളിപ്പാടാണിത്. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ ഇതെല്ലാം കാണുകയാണ്. ഈ വീണ് കിടക്കുന്ന ഈ നക്ഷത്രത്തിന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അന്നേരം 2-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അഗാധകൂപം തുറന്നു. കണ്ടോ. അന്നേരം ഈ നക്ഷത്രം എന്ന് പറയുന്നത് സാധാരണ നക്ഷത്രമാണോ? ഇത് ഉൽക്കയല്ല, സാധാരണ നക്ഷത്രമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ
എന്ന ഒരു സംബോധന ഇവിടെ വന്നിട്ടുണ്ട്. ഇത് സാധാരണ നക്ഷത്രമല്ലെന്ന് വ്യക്തമാക്കാനാണ് ഹി എന്ന പ്രയോഗമാണ് അവർ ഈ അഗാധ കൂപം കൂട്ടിക്കിടക്കുകയായിരുന്നു. കൂട്ടിക്കിടന്ന അഗാധ കൂപം തുറക്കാൻ പോവുകയാണ്. അതിന് ആകാശത്തു നിന്ന് വീണ ഈ നക്ഷത്രം എന്ന് പേരുള്ള ഈ വ്യക്തി താക്കോൽ ലഭിച്ചു. 2-3 കാര്യങ്ങൾ ചെയ്യണം. നക്ഷത്ര സാധാരണ നക്ഷത്രമല്ല, അത് ഒരു അവനാണ് ഈ നക്ഷത്ര. പിന്നെ അവൻ അത്ഭുതം ഇതാരാണിത്? സാർ വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നെറ്റ് പെട്ടെന്ന് അങ്ങ് കട്ടായിപ്പോയി, എന്നാന്നറിയത്തില്ല. എന്നാ ഈ വെളിപ്പാട് ദിവസം പഠിക്കുമ്പോ ഇങ്ങനൊക്കെ ഉണ്ടാകാം. ഓക്കെ, അന്നേരം ഓക്കെ, ലെറ്റ് us think of that. അന്നേരം അഗാധ കൂപം തുറന്നു. അഗാധ കൂപം തുറന്നപ്പോൾ എന്നാ അവിടെ സംഭവിക്കുന്നത്? എല്ലാരും ബൈബിൾ ഒന്ന് നോക്കിക്കേ. അഗാധ കൂപം തുറന്നപ്പോൾ എന്നാ സംഭവിച്ചേ? പെരുംചൂളയിലെ പുക പോലെ. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. ആ കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശം ഇരുണ്ടുപോയി. മനസ്സിലായോ? എന്നിട്ട് വീണ് കിടക്കുന്ന നക്ഷത്രം ഒന്നും ദൈവത്തിന്റെ ദൂതനല്ല. നമുക്കറിയാം, എതിർ ക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ ദൈവം ചിലതിനെയൊക്കെ ഉപയോഗിക്കുകയാണ് ന്യായവിധിക്ക് വേണ്ടി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെട്ടുക്കിളി പുറപ്പെട്ടു. ഈ വെട്ടുക്കിളി പുറപ്പെട്ട് കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു വിവരണം നമ്മളോട് കാണുന്നത്, തേളിനുള്ള ശക്തി ഈ വെട്ടുക്കിളിക്കുണ്ട്. പിന്നെ പറഞ്ഞു, വെട്ടുക്കിളി അറിയാം, ഒരു രാജ്യത്ത് വന്ന, ഒരു ദേശത്ത് വന്നാൽ എല്ലാ പുല്ലും ഇല്ലാതാക്കും. പക്ഷെ പുല്ല് തൊടാൻ അനുവാദമില്ല. നെറ്റിയിൽ ദൈവമുദ്ര ഇല്ലാത്തവർക്ക് കേടുവരുത്താം. ഇത് സാക്ഷാൽ വെട്ടുക്കിളി അല്ല. 5 മാസം
കൊല്ലാനല്ല ദണ്ഡിപ്പിക്കാനുള്ള അധികാരം ലഭിച്ചു. മരിക്കാൻ ആഗ്രഹിച്ചാലും മരണം പോലും വിട്ട് ഓടിപ്പോകുന്ന ഒരു കാലഘട്ടം. അത്ര ഭയാനകമാണെന്ന് നോക്കിക്കേ. വേദന സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ അന്വേഷിക്കും. 9-ാം അധ്യായം 6-ാം വാക്യത്തിലുണ്ട്. പക്ഷേ അന്ന് മരണം പോലും അവരെ വിട്ട് ഓടിപ്പോകും. ഇനിയും 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷ്യമുഖം പോലെയും ആയിരുന്നു. നോക്കിക്കേ, യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമമാണ് ഈ വെട്ടുക്കിളി. ഇതൊരു സ്പെഷ്യൽ ട്രെയിൻഡ് വ്യക്തിയാണ്, വെട്ടുക്കിളിയാണ്. സാധാരണ കുതിരയെ പോലല്ല. ഇത് രക്തം കാണുന്നത് വരെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കും. ഭയങ്കരമാണ്. തലയിൽ ഒരു പൊൻകിരീടമുണ്ട്. മുഖം മനുഷ്യന്റെ മുഖം പോലെയാണ്. പല്ല് സിംഹത്തിന്റെ പല്ല്. ഇരുമ്പ് കവചം. മുടിയുണ്ട്, സ്ത്രീകളുടെ മുടി പോലെ. ഇരുമ്പ് കവചമുണ്ട്. ചിറകിന്റെ ഒച്ച അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ. തേളിനുള്ളതുപോലെ വാലുണ്ട്, വിഷമുണ്ട്. അന്നേരം ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. ഞാനിവിടെ ക്ലാസ് ഇപ്പോൾ ബൈൻഡപ്പ് ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ.